ഇപ്പൊ സാധാരണ പാല് കുറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ പശുക്കൾക്ക്. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി അത് പാല് കൂട്ടാനുള്ള നമ്മള് തീറ്റ കൊടുക്കുമ്പോ സുപ്രീം അതുപോലുള്ള കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കൊടുക്കലുണ്ട്. അത് കൊടുക്കുമ്പോ കുറച്ച് പാലുൽപാദനം കൂടുതൽ കിട്ടും. അതേമാതിരി നമ്മള് ചെനയിലാകുമ്പോ കറവ് വറ്റി നിർത്തുന്നുണ്ടാവും. കറവ് വറ്റിയ പശുക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് പുഷ്ടിമ, അതേമാതിരി ബൈപ്പാസ് പ്രോട്ടീൻ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പശു പ്രസവിച്ച് ആ കുട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യേണ്ടത് നമ്മളാ പശുവിന് മൈക്രോ കാൽസ്യം കൊടുക്കണം. ഒരു ജെല്ലുണ്ട്, അത് കൊടുക്കണം. തള്ളക്ക് പശുവിന് കൊടുക്കണം. അതിനുശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ കന്നിപ്പാൽ ഉണ്ടാവുമല്ലോ, കുട്ടിക്ക് കന്നിപ്പാൽ കൊടുക്കുക. എന്നിട്ട് കുട്ടീന്റെ പുക്കിൾ കൊടിമ കോടോനേടിയും വെക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ കന്നിപ്പാല് കുട്ടി സ്വന്തം കുടിച്ചോളൂ? നമ്മള് അതായത് അരമണിക്കൂറിനുള്ളിൽ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ നീക്കും, ചില കുട്ടികൾ നീച്ചിട്ടുണ്ടാവും. നമ്മൾ അത് എടുത്ത് കൊടുക്കണതാണ് നല്ലത്. ഈ കന്നിപ്പാൽ എന്ന് പറയുന്നത് എന്താ? സാധാരണ പാലും കന്നിപ്പാലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു മഞ്ഞ കളറാണ്. കൂടുതൽ ഇതുണ്ട്, ഔഷധ ഗുണങ്ങളുള്ള ഒരു പാലാണ് കന്നിപ്പാൽ പറയുന്നത്. നമ്മളവിടെ അത് കൊടുക്കലില്ല. പക്ഷെ തമിഴ്നാട് ഭാഗങ്ങളിൽ നല്ല വിലയുള്ള പാല്, 1 ലിറ്ററിന് 500 രൂപയൊക്കെ അതിന് വില ഉണ്ട്. നമ്മുടെ പാല്, നമ്മൾ ഇവിടുത്തെ പാല് ഒരു ദിവസം എത്ര ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നുണ്ടാവും? 70 ലിറ്ററാണ് ഒരു ദിവസം കിട്ടല്. 70 ലിറ്റർ. എന്താ ചെയ്യുക? നമ്മൾ സൊസൈറ്റി കൊടുക്കുകയാണോ? അല്ലല്ല, ഫുള്ള് വീടുകളിലാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ആദ്യം സൊസൈറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിന്റെ തരം വ്യത്യാസം അനുസരിച്ച് തീറ്റകൾ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. ജേഴ്സി, HF എന്നൊക്കെ പറയും എല്ലാവർക്കും ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം കൊടുക്കുന്ന തീറ്റ? എന്തായിരിക്കും? ആദ്യം നമ്മൾ വെള്ളം കൊടുക്കും. അതായത് തീറ്റ ഇട്ടിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുക്കും. പിന്നെ പാടത്ത് കൊണ്ടുപോയി കെട്ടും. പുല്ല് വീണ്ടും കൊണ്ടുവരും, പിന്നെ വെള്ളം കൊടുക്കും. അങ്ങനെയാണ്. ആണല്ലേ. ഈ പശുവിന്റെ ചാണകം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചാണകം നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കും. അതുപോലെ പിന്നെ നമ്മൾ ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. വളപ്പൊടിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്, പിന്നെ പച്ച ചാണകമായിട്ട്. ഇത്രയും പശുക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ചാണകം സംസ്കരിക്കുക എന്ന് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ഇപ്പൊ ഞങ്ങൾ ചാണകം ഉണക്കുന്ന ഒരു മെഷീനാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. നമുക്ക് കൂടുതൽ പുറത്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് ഇത് മഴക്കാലൊക്കെ ആകുമ്പോഴാണ് ഈ ചാണകം കൂടി വരാനുള്ള കുഴപ്പം വരില്ല. അപ്പൊ ഇതിന് ഉണക്കണ ഒരു മെഷീൻ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ കൃഷിന്റെ കാര്യം പറഞ്ഞപ്പോഴും പശുവിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ, കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും വിഷമം തോന്നിയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ? വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിവിടെ കൃഷി ചെയ്തു. മഴക്കാലത്താണ് കൃഷി ചെയ്തത്. ഞങ്ങളിവിടെ തടം കെട്ടിയിട്ട് കൃഷി ചെയ്താണ്. പെട്ടെന്ന് കാലാവസ്ഥ മാറി. അതായത് ചെറുതായിട്ടൊക്കെ മഴ പെയ്തിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥ മാറി, മഴ കൂടി, നല്ല വെള്ളം നിറഞ്ഞ് കൃഷിയൊക്കെ കുറെയൊക്കെ പോയി. എന്തായിരുന്നു? അന്ന് തന്നെ പയറുണ്ടായിരുന്നു, പിന്നെ ചീര ചെയ്തിരുന്നു, പിന്നെ പല കൃഷികളാണ് ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ മുളകൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ വെള്ളം വന്ന് കുറെയൊക്കെ ബാക്കിയായി, കുറെയൊക്കെ പോയി. അതാണ് ഉണ്ടായത്. അത് കുറച്ച് വിഷമം വന്നു. പശുവിന്റെ കേസിലാണെങ്കിലും വിഷമം തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ടോ? ഉണ്ട്. ഞങ്ങളെ പശു ചത്തിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു പശു ചത്തത് എങ്ങനെയാ വെച്ചാല്, ഞങ്ങളെ തൊഴുത്തുനിന്ന് വാതിലുണ്ടായിരുന്നില്ല അന്ന്. അത് തുടങ്ങിയ ആ ടൈമാണ്. ഏത് കൊല്ലം? കുറെ വർഷം മുന്നേ? വർഷം മുമ്പ്. ഒരു ഞങ്ങളിവിടെ വീടെടുത്ത് 5-8 കൊല്ലമായിട്ടുണ്ടാവും. ഒരു 2ാം കൊല്ലം ആ ടൈമില് ഈ ഇത് വെച്ചപ്പോ ഇതിന് വാതിലുണ്ടായിരുന്നില്ല തൊഴുത്തിന്. അപ്പൊ ഈ പശുവിനെ കെട്ടിയപ്പോ ഈ പശു കെടുന്നപ്പോ വാതിലിന് പുറത്തു കൂടി അന്ന് കൈത്തു കൂടി. അപ്പൊ രാവിലെ ഞങ്ങൾ കറക്കാൻ നീച്ചപ്പോ ആണ്ട് പോയി. ഇപ്പൊ ഞാനും കൂടി പോയപ്പോ നോക്കിയപ്പോ ആ പശു ചത്തിട്ടൊന്നുമില്ല, അങ്ങോട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കയറാൻ അയച്ചെടുത്തപ്പോ ഒരു സൗണ്ട് വന്നു. പിന്നെ കുറച്ചു നേരം പശുവിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അടുത്ത പശുവിനോട് കറക്കായിരുന്നു. കറക്കുന്ന ടൈമില് പശു വീണു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് നമ്മുടെ മന്ത്രി നേരിട്ട് വിളിച്ചു, ചിഞ്ചുറാണി കൃഷിമന്ത്രി നേരിട്ട് വിളിച്ചു എന്നും സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞു മന്ത്രി? എന്താ ശരിക്കും പറഞ്ഞു? മന്ത്രി പറഞ്ഞു വീട് കണ്ടിട്ട് വിളിച്ചാന്ന് പറഞ്ഞു. പിന്നെ എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പശുക്കളൊക്കെ എങ്ങനെ പോകേണ്ടി ചോദിച്ചു. ഇനിയും ഇത് കൃഷിയുമായുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഒരിക്കലും മാറ്റി വെക്കരുത്, അതുമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും പിന്നീട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് മന്ത്രിനെ വിളിച്ചോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിവിടെ വെറ്റിനറി ഡോക്ടർ ഇല്ലാത്ത സമയത്ത് മന്ത്രിക്ക് വിളിച്ചു. മന്ത്രി അത് ശരിയാക്കി തന്നു. എത്ര ദിവസം കൊണ്ട്? ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർ വെച്ച് തന്നു. എന്തായിരുന്നു അന്ന്? പശുവിന് എന്തെങ്കിലും അസുഖം വന്നിട്ടാണോ? അന്ന് ഞങ്ങൾ ആട്ടുംകുട്ടിക്ക് ഒരു അസുഖം വന്നു. കാരണം അതിന്റെ പുക്കിൾക്കൊടിന്റെ ഉള്ളിൽ കൂടി കുടലിറങ്ങിയിട്ട് കുഴപ്പം വന്നു. അപ്പൊ ഇവിടെ പഞ്ചായത്ത് പോയി നോക്കിയപ്പോ, പഞ്ചായത്തിൽ അവിടുത്തെ വെറ്റിനറി ഡോക്ടർ പോയി നോക്കിയപ്പോ ഡോക്ടർ അവിടെ ഇല്ല. അപ്പൊ ഞങ്ങള് പിന്നെ അടുത്ത പഞ്ചായത്തും പോയി നോക്കി, അവിടെയും ഡോക്ടർ ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് നിസ്സായ അവസ്ഥയിൽ ഞങ്ങൾ ആട്ടുംകുടി ചത്തു. ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മന്ത്രിക്ക് വിളിച്ചു. ഡയറക്റ്റ് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. മന്ത്രിന്റെ ഫോൺ എടുത്ത് പഞ്ചാബിലായിരുന്നു അപ്പൊ മന്ത്രി. 3-4 ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. എവിടെ കൃത്യമായ സ്ഥലം എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. മെസ്സേജ് അയച്ചു കൊടുത്ത് ഒരു 3-4 ദിവസം കൊണ്ട് റെഡി. കൃഷി, പശു ഇതൊന്നും അല്ലാതെ എന്താണ് മോനൂട്ടിന് ഇഷ്ടമുള്ള കാര്യം? എന്താ ഇഷ്ടമുള്ള കാര്യം? ഇതന്നെയാണ് എനിക്ക് പ്രധാനമായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ അങ്ങനെ ഫുട്ബോള്,
അങ്ങനെ കളിക്കാനൊക്കെ പോകും. സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ? ഇപ്പോ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ്, എല്ലാ മാഷ്മാരും ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ്. നമ്മളെ അടുത്തുനിന്ന് ഡയറക്റ്റ് സാധനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. പശുവിന്റെ നെയ്യ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ കോഴിമുട്ട കൊടുക്കുന്നുണ്ട്. നമ്മളെ പച്ചക്കറി ഉണ്ടാക്കിയ ചില പച്ചക്കറിക്കൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. കോഴി ഉണ്ടോ വീട്ടില്? ആ, കോഴി വീട്ടിലുണ്ട്. ഒരു 19 കോഴികളുണ്ട്. ഇവിടെ ഒരു 20 ഉണ്ട്. എന്റെ വീട്ടിൽ 20, തറവാട്ടിലും 30 ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ പശുത്തൊയ്ത്ത്. ഈ പശുക്കളൊക്കെ നമ്മളെ കുടുംബാംഗങ്ങൾ പോലെയാണ് ശരിക്കും കിട്ടോ. തലാത്ത് കഞ്ഞിവെള്ളമാണ് കൊടുക്കല്. കഞ്ഞിവെള്ളം എവിടുന്ന് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് സ്കൂളിൽ നിന്നാണ്. സ്കൂളിലത്തെ ഇതുണ്ടല്ലോ വേസ്റ്റ്, അവിടുന്ന് കഞ്ഞിവെള്ളവും വറ്റൊക്കെ ഉണ്ടാവും, ചോറ് വറ്റൊക്കെ. അതാണ് ഇവർക്ക് മെയിനായിട്ട് ഇവർ തീറ്റ. അത് പല ദിവസം പലതാവും. ചില ദിവസം ചെറുപയറാവും, ചില ദിവസം കടലാവും. ബാക്കി ഫുള്ള് പോഷകാഹാരം കിട്ടലുണ്ട്. ശരിയാ അങ്ങനെ ശരിക്കുന്ന അനുസരണശീലം ചില സമയത്താണ് ഇവര് ഇത് അഗ്രസീവ് ആയാലേ. പക്ഷെ നമ്മള് കുത്തുന്നില്ല, നമ്മൾ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഇതായി പോകുന്നുള്ളൂ. അല്ല കുഴപ്പമില്ലാതെ നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ രാവിലെ ഇവിടെ പാലായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഇവിടെ തൊയ്ത്തിലുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ വെച്ച് കേട്ട അപ്പോൾ വരുമ്പോൾ, അതേപോലെ തന്നെയാണ് ഞങ്ങൾ ആണ്ട് കഴിച്ചു കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ നമ്മളെ കണ്ട വരുമ്പോൾ ചേട്ടാ ബാക്കി ഇറങ്ങിക്കാം. അങ്ങനെ പാല് കൊണ്ടുപോയി എടുക്കേണ്ടത് സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ പോവും. ഇല്ലെങ്കിൽ എൻ്റെ ചെറിയ അനിയനാണ് പോലെ. അനിയനിപ്പോ 4 വയസ്സ് ആയിട്ടുണ്ട്. വലുതാകുമ്പോഴൊക്കെ ഒരു കളക്ടർ ആവാനാണ് ആഗ്രഹം. ഒരു ഗ്രീൻ കളക്ടർ ആവാനാണ് എൻ്റെ ആഗ്രഹം. ഗ്രീൻ കളക്ടർ എന്ന് പറഞ്ഞാല് ഈ പാടൊക്കെ സംരക്ഷിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് പല ഉദ്യോഗസ്ഥന്മാരും ഈ പാടം തൂർക്കണീനും ഭൂമി നശിപ്പിക്കണീനൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥരെ തള്ളി പറയില്ല, പക്ഷെ അത് പരമാവധി നമ്മളെ കൃഷിഭൂമി വരണം. കാരണം എന്ന് വെച്ചാൽ കുറേ കൃഷിഭൂമി ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ആദ്യത്തെ പഴയ തലമുറക്കാര് ഒരു കൃഷിഭൂമിയിൽ ഒരു കല്ല് കൊണ്ടാൽ പോലും പെറുക്കിക്കണ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ടിപ്പർ ലോറിയിലോ അതിലൊക്കെ ഉണ്ട് കൊണ്ടുങ്ങോട്ട് തട്ടുക. അപ്പൊ അതിന് ഉദ്യോഗസ്ഥന്മാര് വേണ്ട നടപടി എടുക്കണില്ല. അപ്പൊ ഞാനൊരു ഉദ്യോഗസ്ഥനാവുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പ്രകൃതിനെയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മോനൂട്ടന്റെ ഉപ്പ സലീംക്ക ഉണ്ട്. സലീംക്ക, എല്ലാ കുട്ടികളും മൊബൈലിൽ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ നമ്മുടെ മോനൂട്ടൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ പശു വളർത്തലിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഹസൻ ഉപ്പ എന്താണ് ഫീൽ ചെയ്യുന്നത്? അവന് ചെറുപ്പം തൊട്ടേ അതിനോട് ഭയങ്കര താല്പര്യമാണ്. നമ്മളെ ഈ വീട്ടിൽ പാൽ കൊടുക്കാനും ഇതൊക്കെ കണ്ട് അവന് മനസ്സിലാക്കി പാൽ കൊടുക്കലും ഇതിനൊക്കെ മെയിനായിട്ട് അവന് കൈകാര്യം ചെയ്യുക. പാലിൻ്റെ കണക്ക് കാര്യം കംപ്ലീറ്റ് അവനാണ്. ഒരു ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്, അതൊക്കെ അവനാ ചെയ്യേണ്ടത്. പിന്നെ അവന് കൃഷിനോട് പൊതുവെ നല്ല താല്പര്യം. കൃഷിനോടും പഠിക്കാനൊക്കെ നല്ല താല്പര്യമാണ്. പഠിക്കാനും അത്യാവശ്യം നല്ല ക്ലാസ്സിൽ 2ാം സ്ഥാനമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും നിർബന്ധിക്കും? ഇപ്പൊ കൃഷി കാര്യങ്ങൾ എന്തെങ്കിലും നിർബന്ധിച്ചതാണോ? നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അവനെ കണ്ടറിഞ്ഞ് ചെയ്യും. ഏത് പ്രായത്തിലെ ആൾക്ക് ഇതിലൂടെ ഒരു താല്പര്യം ഇക്ക ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ്? അത് ചെറുപ്പത്തിൽ 2-3 വയസ്സ്. ഇപ്പൊ ഇവള് കണ്ടില്ലേ നിങ്ങള്, ഒരു അതേമാതിരി തന്നെ ചെറുപ്പത്തിൽ തന്നെ അതിനോടുള്ള താല്പര്യമായിട്ടാണ് വന്നത്. പശുവിന് വേണ്ട മരുന്നുകള് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവൻ ചോദിക്കുവോ? അത് ചോദിക്കാറുണ്ട്. എല്ലാ കുട്ടികളും വളർന്നു വരുമ്പോ ഒരു വലിയ ഇപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇപ്പൊ മോനൂട്ടനെ വെച്ചിട്ട് ഇക്കയുടെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ, അവന് പിന്നെ IAS ആവണം എന്നാണ് അവന്റെ ആഗ്രഹമുള്ളത്. അതിന് ഒരു മറ്റേ അബ്ദുറഹീം IAS എന്ന് പറഞ്ഞ ആള് അവന്റെ പഠനം വരെ ഏറ്റെടുത്തിട്ടുണ്ട്. അലിഗഡ് സർവകലാശാലന്റെ ചെയർമാനാണ് അദ്ദേഹം. എന്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിരുന്നു ഓൺലൈനായിട്ട്. അവനെ പഠിപ്പിക്കുക, പഠനം ഫുള്ള് ഏറ്റെടുത്തോളാം എന്ന് അദ്ദേഹം വിളിച്ച്. അവന് ഗ്രീൻ കളക്ടർ എന്നാണ് അവൻ ഒരു ഇതിനിട്ടുണ്ട് പേര്. നമ്മുടെ കൂടെ നടന്ന് തിരിച്ചു വിടാൻ വന്നപ്പോ മുഖത്ത് ദേഹത്തൊക്കെ ചെളിയായിട്ടാണ് വന്നത്. അപ്പൊ എനിക്കിത് കണ്ടപ്പോഴേ ഞാൻ ചെളിയായെന്ന് വെച്ചപ്പോ ഇക്ക പറഞ്ഞത് അവൻ ചെളിയിൽ തന്നെ അല്ലേ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ചെറുപ്പത്തില് ഇപ്പൊ ഇങ്ങനെ ചെളിയിൽ കളിക്കുമ്പോഴൊക്കെ ചീത്ത പറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. ചളിയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പാടത്ത് എങ്ങനെയാലും ചളിയാതിരിക്കൂല. പാടത്തുനിന്ന് തൊയ്ത്തിലായ ചളിയാ എങ്ങനെയാലും മത്താവും. പശുവും കൃഷി ഉണ്ടെങ്കിൽ ചളിയാവാതെ കൃഷി ചെയ്യാന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ക്ഷീണിച്ചോ നീ? ക്ഷീണിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നേരത്തെ ഉപ്പനോട് ഞാൻ സംസാരിച്ചപ്പോഴേ ഗ്രീൻ കളക്ടർ ആവുന്ന കാര്യമൊക്കെ പറഞ്ഞു. പഠിക്കുക, കളിക്കുക, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുക, അതുപോലെ പശുക്കളെ നോക്കുക, വലിയ ആളാവുക കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വയ്ക്കും. ഇതേ ഇൻട്രസ്റ്റ് കൃഷിയിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും കണ്ടിന്യൂ ചെയ്യുക. വലിയ ആളായിട്ട് വരട്ടെ.